നല്ല കോടമഞ്ഞും. അതെ, അതിനെന്താ? അതിനെന്താന്നോ? മനസ്സിലായി. രാത്രിയായിട്ട് മഴ പെയ്താ കുട്ടി എങ്ങനെ കണ്ടെത്തുന്നുള്ള ടെൻഷനാണോ? ടെൻഷനാ? എനിക്കാ? എന്തിന്? ഞാനതല്ല പറഞ്ഞത്. പിന്നെ? അവരുടെ കുട്ടി അവര് കണ്ടെത്തിക്കോളും. നമ്മൾ ഇവിടെ നിന്ന് സമയം കളയുന്നത് എന്തിനാ? നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോയി കാര്യങ്ങളിലേക്ക് കടക്കാം. എന്ത് കാര്യം? അത് പിന്നെ മുറിയിൽ ചെന്ന് നമുക്ക് നമ്മുടെ മധുവിധം ആഘോഷിക്കാം. 2 ദിവസവും ഒന്നും നടന്നില്ലല്ലോ. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ? മുറിയിലേക്ക് പോയാലോ? അരവിന്ദ് എന്തായി പറയുന്നത്? ഇപ്പൊ മുറിയിലേക്ക് പോവാനോ? ഒരു പാവം പെൺകുട്ടി ആ കുഴിയിൽ വീണ് കിടക്കുന്നത്. ആ കുട്ടി രക്ഷപ്പെടുമെന്ന് നോക്കണ്ടേ? എനിക്ക് ആലോചിച്ചിട്ട് കൈയും കാലം വിറയ്ക്കുന്നു. അതിനിടയിലാണോ നമ്മൾ റൂമിൽ ചെന്ന് മധുവിധം ആഘോഷിക്കുന്നത്? മനസാക്ഷിയില്ലേ അരവിന്ദ്? ഉണ്ട്, മനസാക്ഷിയുണ്ട്. കുട്ടി കുഴിയിൽ വീണെന്ന് ആലോചിച്ച് എന്റെ നെഞ്ചി പെടയുക. അതുപോലെ തന്നെ നമ്മുടെ രാത്രിയെ കുറിച്ച് ആലോചിക്കുമ്പോ നെഞ്ചിടിപ്പ് കൂടുക. പക്ഷെ ആ കുട്ടി രക്ഷപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ വിളിച്ച് പറഞ്ഞതാ മധുവിധു ആഘോഷിച്ച് വീട്ടിൽ ചെന്ന് 2-ാം മാസത്തി സന്തോഷ വാർത്ത കേൾക്കണമെന്ന്. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് മുറിയിലേക്ക് പോവാന്ന്. അത് വീട് അരവിന്ദേ. അങ്കിളിന് അപകടം പറ്റി ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ആന്റിയോട് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് അയാൾ എന്നെ വിളിച്ചു പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു ഇനി അമ്മയുടെ BP കൂടുന്ന എന്തിനാ? കണ്ടല്ലേ, എല്ലാരും അഭിപ്രായം പറഞ്ഞു നിൽക്കോ. റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നും നടക്കുന്നില്ല. പാവം കുട്ടി. പറയുന്ന കേട്ടാ തോന്നും വീണത് മേടത്തിൽ കുട്ടിയാണ്. എപ്പോഴാണോ ആവോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്റെ ഈശ്വര. ഒരുമിച്ച് നിന്നാ നമ്മളെ 2 പേരെ ആകാശങ്ങൾ കണ്ടുപിടിക്കും. ഓക്കേ ആന്റി. ആവണി മോൾ ഒളിക്കാൻ വന്നപ്പോ ഈ പാവ കയ്യിലുണ്ടായിരുന്നില്ലല്ലോ. അക്കുച്ചേട്ടാ, ആവണി മോൾ ഇതിനുള്ളിൽ വീണിട്ടില്ല. ചാരു എന്തായി പറയുന്നേ? അതെ ചിത്തോട്ടാ, ഞാനിപ്പോഴാ ഓർത്തത്. ആവണി ഒളിക്കാനായിട്ട് എന്റെ അരികിലേക്ക് വന്നപ്പോ മോളുടെ കയ്യിൽ ഈ പാവം ഉണ്ടായിരുന്നില്ല. ചാരു, നിങ്ങൾ ഏത് ഭാഗത്താ വിളിച്ചത്? ഞാൻ കാണിച്ചു തരാം സാർ. ആവാ. ആ കൊച്ചിനെ ഒളിക്കാൻ കണ്ട സമയം സന്ധ്യയായി. പെട്ടെന്ന് ഇരുട്ടും നല്ല തണുപ്പുമുണ്ട്. ഇന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ഈശ്വരാ. കുട്ടിയെ പെട്ടെന്ന് കിട്ടിയാ മതിയായിരുന്നു.
സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്ത് ഹെൽപ്പ്? എൻ്റെ വണ്ടി സെൽഫ് എടുക്കുന്നില്ല, ഒന്ന് തള്ളിത്തരാവോ പ്ലീസ് സാർ? ഈ സമയത്ത് സഹായം ചെയ്യുന്നത് നല്ലതാ. പുണ്യം കിട്ടും. ചിലപ്പോ ആ പുണ്യം കാരണം ഇന്ന് രാത്രി കാര്യങ്ങൾ നടന്നാലോ. ശരി, വണ്ടി എവിടാ? വണ്ടി ഇത് അപ്പുറത്തുണ്ട്. വാ.